Hi, welcome. Hope you all are fine. There is, there are. ഉണ്ട് എന്ന് പറയുന്നതിന് there is and there are ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. There is a car on the road. There is a ball on the ground. ഗ്രൗണ്ടിൽ ബോളുണ്ട്, റോട്ടിൽ കാറുണ്ട്. There is a student in the classroom. ക്ലാസ് റൂമിൽ ഒരു സ്റ്റുഡൻറ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ ഉദാഹരണമായി പറഞ്ഞു. ഇന്ന് നമുക്ക് ഉണ്ടോ ഉണ്ടോ എന്ന് മീൻസ് ഇത്തരം സെൻറ്റൻസുകളുടെ ക്വസ്റ്റ്യൻ രൂപം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. സ്വാഭാവികമായും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പല സെൻറ്റൻസുകളിൽ നിന്നും നമ്മൾ ഓക്സിലറി മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഡസ് ഹി, ഡു, ദേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡസ് ഹി പ്ലേ ഫുട്ബോൾ എവറി ഡേ, ഡു ദേ ഗോ ടു സ്കൂൾ എവറി ഡേ, ആർ ദേ ഗോയിങ് ടു സ്കൂൾ നൗ, അവർ സ്കൂളിലേക്ക് പോവുകയാണോ ഇപ്പോൾ എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വേറെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സമയത്തിനനുസരിച്ച് ഓരോ വീഡിയോയും നമ്മൾ കാണുകയാണെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റും വളരെ ഇഫക്റ്റീവായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനും നമുക്ക് സാധിക്കും. സോ there is or there are എന്നതിൻ്റെ ക്വസ്റ്റ്യൻ രൂപം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഓക്സിലറി ഏതാണ്? there is or there are. ഇവിടെ ഈസ് ഓർ ആർ എന്നതാണ് ഓക്സിലറി. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് എടുത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നോക്കാം. there is a car on the road. അതായിരുന്നു നമ്മൾ പറഞ്ഞ സെൻറ്റൻസ്. അതിൽ നിന്ന് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത്? വളരെ സിമ്പിളാണത്. ഓക്സിലറി നേരെ മുന്നിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഈസ്, പിന്നെ ബാക്കി സെൻറ്റൻസ് ഈസ് ദ കാർ or is there a car on the road? Is there a car on the road? Is there water in the pot? In the pot. പാത്രത്തിൽ വെള്ളമുണ്ടോ? Is there water in the pot? Okay. ക്ലാസ്സിൽ കുട്ടികളുണ്ടോ? There are students. There are സ്റ്റുഡൻസ് എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. ക്ലാസ്സിൽ കുട്ടികളുണ്ട്. കുട്ടികളാണ്, ഒരു കുട്ടിയല്ല, കുട്ടികൾ. സോ ആർ ദർ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം? ആർ ദർ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം? എങ്ങനെയായിരിക്കും ആൻസർ? യെസ്, യെസ് ദർ ആർ. അത്ര മതി. കുട്ടികളുണ്ട് എന്നാണെങ്കിൽ യെസ് ദർ ആർ, യെസ് ദർ ആർ. കംപ്ലീറ്റ് ആക്കണമെങ്കിൽ എങ്ങനെ പറയാം? Yes, there are many students in the classroom. Yes, there are many students in the classroom. There are many children in the playground. There are many children in the playground. പ്ലേഗ്രൗണ്ടിൽ ഒരുപാട് കുട്ടികളുണ്ട്. There are 10 students in the classroom. ക്ലാസ് റൂമിൽ 10 കുട്ടികളുണ്ട്. സോ മനസ്സിലായല്ലോ? അപ്പോൾ ഉത്തരം യെസ് എന്നാണെങ്കിൽ യെസ് ദർ ആർ, യെസ് ദർ ആർ. ഉത്തരം നോ എന്നാണെങ്കിൽ നോ, ദർ ആർ നോ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം. ദർ ആർ നോ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം. ഓർ ദർ ആറിൻറ്റ്, ദർ ആറിൻറ്റ്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു നോക്കാം അല്ലേ? എന്തായിരുന്നു മറ്റൊരു എക്സാമ്പിൾ? മറ്റൊരു എക്സാമ്പിൾ എന്തായിരുന്നു? there is a student in the classroom. there is a student in the classroom. there is a student. ഒരു കുട്ടിയുണ്ട് ക്ലാസ് റൂമിൽ. ചോദ്യം എങ്ങനെയായിരിക്കും? is there any student? is there any student in the classroom? അതല്ലെങ്കിൽ സിമ്പിളായിട്ട് is there student in the classroom എന്നും ചോദിക്കാം. എനി എന്നുകൂടെ എക്സാംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഞാനത് ചേർത്തു എന്ന് മാത്രം. is there any student in the classroom? ക്ലാസ്സിൽ ഒരു കുട്ടിയെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ?
anyone or anybody? Yes, there is a student in the classroom. There is a student in the classroom. Or there is no student in the classroom. There is no student in the classroom. Okay. Then one more question. Is there any bird on the tree? Is there any bird on the tree? Yes, there are many birds. There are many birds on the tree. There are no birds on the tree. There are no birds. There are എന്ന് വരുമ്പോൾ no birds or there is no bird on the tree. There is no bird on the tree. So, is there or are there എന്ന് ചേർത്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് there is or there are ഉപയോഗിക്കാറുള്ളത്. അതേസമയം തന്നെ അതിൻ്റെ ഉണ്ടോ എന്ന ചോദ്യത്തിന് വേണ്ടി ഈസ് ദർ ഓർ ആർ ദർ നമുക്ക് ഉപയോഗിക്കാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മീറ്റ് അഗൈൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.